بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن اهتدى بهديه إلى يوم الدين أما بعد മഖാരിജുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആമായ മഖ്റജുകളിൽ ഏറ്റവും കൂടുതൽ ഉപമഖ്റജുകളുള്ള ലിസാൻ നാവ് അഥവാ നാവിൽ നിന്ന് 10 മഖ്റജുകളിൽ നിന്നായി 18 അക്ഷരങ്ങളാണ് ഉത്ഭവിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ എല്ലാ മഖ്റജുകളും തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് മാത്രം ബാക്കിയുണ്ട്. 9 മഖ്റജും നാം മനസ്സിലാക്കി, അതിൽ നിന്നും വരുന്ന അക്ഷരങ്ങൾ. ഇനി 10ാമത്തെ മഖ്റജാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ലിസാനിൽ നിന്നുമുള്ള 10ാമത്തെ മഖ്റജ് അതേതാണ്? അത് ظهر طرف اللسان مع أطراف الثنايا العليا ويخرج منه الضاء والذال والثاء. ഇത് ظهر طرف എന്ന് പറഞ്ഞാൽ طرف എന്ന് പറഞ്ഞാൽ നാവിന്റെ അറ്റം, നാവിന്റെ ഈ അറ്റം, അഗ്രം, അതിനാണ് طرف എന്ന് പറയാം. ظهر എന്ന് പറഞ്ഞാൽ അതിന്റെ മുകൾ. ظهر طرف എന്ന് പറഞ്ഞാൽ നാവിന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗം. ചിലര് വെറും തറഫുൽ ലിസാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും, ചുരുക്കി അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ആയാലും ഉദ്ദേശിക്കുന്നത് ആ ഭാഗമാണ്. എന്നിട്ട് എന്താവുക? മാ അത്റാഫി സനായൽ ഉലിയ. സനായൽ ഉലിയ എന്ന് പറഞ്ഞാൽ മുൻപല്ല്, മേലെ മുൻപല്ല്, മേലെ മുൻപല്ലിന്റെ അഗ്രം, അതുമായി ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് വാഹ്, ദാല്, താ. ഇത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ ഉപകാരമാണ്. വാഹ്, ദാല്, താ, ഈ 3 അക്ഷരങ്ങൾ. ഇതിൽ വാഇന് എന്തുണ്ട്? തഫ്ഖീം ചെയ്യണം. വാഹ് തഫ്ഖീം ചെയ്തുകൊണ്ട് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. വാഇന്റെ മഖ്റജ് വേറെ തന്നെ കാണിക്കുവാനുള്ള കാരണം എന്താ? വാഹ് ഒന്ന് വേർതിരിച്ച് വേറെ തന്നെ കാണിക്കുന്നു. അത് എന്താ? അത് ഇസ്തിഅലാന്റെ അക്ഷരാണ്. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ നാവ് ഉയരുക എന്നാണ്. നാവിന്റെ പിൻവശം ഇങ്ങനെ ഉയർന്നു നിൽക്കും. കാരണം എന്താ? അത് തഫ്ഖീം ചെയ്യുമ്പോൾ പെരുപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ് എന്നതുകൊണ്ട് ഇസ്തിഅല എന്ന് പറഞ്ഞാൽ നാവ് ഉയർത്തുക എന്നാണ്. അടയാളപ്പെടുത്തിയ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാം, അവിടെ ഉയർന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇസ്തിഅല, ഹുറൂഫുൽ ഇസ്തിഅല, നാവ് ഉയർത്തി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ എന്ന് ഈ 7 ഹർഫുകളെ കുറിച്ച് പറയുന്നത്. അതിൽ ഒന്നാകുന്നു വാ. അപ്പൊ വായില് തഫ്ഖീം ഉണ്ടാകും. വാ വാ വാ. എന്നാൽ അള്ളാ എന്ന് പറഞ്ഞാൽ ശരിയാവൂല. അള്ളാ എന്ന് പറയലുണ്ട് ചിലർ. അള്ളാ നമ്മള് അങ്ങനെ ഉച്ചരിക്കുന്നത് തെറ്റാണ്, പോരാ. വാ വാ വാ. എന്നാൽ ദാലും താഉം, ദാലും താഉം ഇവ രണ്ടുമാകട്ടെ ഇസ്തിഅല ഇല്ലാത്ത അല്ലെങ്കിൽ തഫ്ഖീം ചെയ്യേണ്ടതല്ലാത്ത അക്ഷരങ്ങളാണ്. ഇസ്തിഅലാന്റെ വിപരീതമായ ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. അവ ഉച്ചരിക്കുമ്പോൾ നാവ് അങ്ങനെ ഉയരൂല, നാവ് ലേശം താന്നിട്ടുണ്ടാവും. അതാണ് ഇസ്തിഅല നാവ് ഉയർത്തൽ, ഇസ്തിഫാൽ നാവ് താഴ്ത്തൽ. അതാണ് അതിന്റെ അർത്ഥം. 2 സിഫത്തുകളാണത്. അക്ഷരങ്ങൾക്ക് വരുന്ന പ്രധാനപ്പെട്ട 2 സിഫത്തുകൾ, വിപരീത സ്വരവിശേഷണങ്ങളാകുന്നു ഇസ്തിഅലാഉം ഇസ്തിഫാലും. നാവ് ഉയർത്തുക, നാവ് താഴ്ത്തുക. ഇപ്പൊ വാഇന് ഇസ്തിഅല ഉണ്ട്, ദാലിനും താഇനും ഇസ്തിഫാലാണുള്ളത്. ഇസ്തിഅല ഉണ്ടാവൂല, മറിച്ച് ഇസ്തിഫാൽ, നാവ് താഴ്ത്തി ഉച്ചരിക്കണം, തർത്തീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഇവ പറയുമ്പോ അതിന്റെ കൃത്യമായ ഉച്ചാരണം മനസ്സിലാക്കാൻ ഒന്നാമതായി അതിന് സുക്കൂൻ നൽകുക, രണ്ടാമതായി അതിന് ഷദ്ദ് നൽകുക. ഈ 2 രൂപത്തിലായാലും ആ അക്ഷരത്തിന്റെ ഉച്ചാരണം നമുക്ക് ശരിയായ വിധത്തിൽ പരിശീലിക്കുവാനും മഖ്റജ് മനസ്സിലാക്കുവാനും സാധ്യമാകും. അപ്പോ ളാഇന് ഔ ഔ യൗലിമൂൻ യൗലിമൂൻ ലെ യൗലിമൂൻ ഷദ്ദ് കൊടുക്കുകയാണെങ്കിൽ وما للظالمين الظالمين
الظالمين അല്ലാലിമീൻ എന്ന് പറയരുത്. അല്ലാ അങ്ങനെയാണ് നമ്മൾ ആൾക്കാർ പറയാറുള്ളത്. അത് ശരിയല്ല, അത് തിരുത്തണം. അല്പം ലൂസാക്കിക്കൊണ്ട് റഹാവത്തിന്റെ അക്ഷരവും കൂടിയാണ്, ഷിദ്ദത്ത് ഇല്ലാതെ റഹാവത്തോടു കൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാഹ്. അപ്പോ എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു നോക്കുക, ശ്രദ്ധ നൽകി ഉച്ചരിച്ചു നോക്കുക. ഇതാണ് അക്ഷരത്തിന്റെ ശരിയായ ഉച്ചാരണം പരിശീലിക്കുവാനുള്ള നല്ല മാർഗം. പിന്നീട് ദാലും ദാഉമാണ്. ഇവ മൂന്നും തന്നെ മലയാളത്തിൽ ഉച്ചരിക്കപ്പെടാത്ത 3 അക്ഷരങ്ങളാണ്. ദാലും ദാഉം ഇവയും എന്താണ്? റഖാവത്തിന്റെ അക്ഷരങ്ങളാണ്, ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. എന്നാൽ ദാഇന് ഹംസുണ്ട്. ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ നൽകപ്പെടുന്ന സിഫാത്തുകൾ ഉള്ള അക്ഷരങ്ങളാണ്. ഇൻഷാ അല്ലാഹ് സിഫാത്ത് വിശദമായി പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും പറഞ്ഞു നോക്കൂ. ഇപ്പൊ നമ്മൾ ഓതി ഇദ് ദഖലു. അടുത്തത് സ ആണ്. എന്ന് സുക്കൂന് കൊടുത്തുകൊണ്ട് പറഞ്ഞു നോക്കുക. ഇസ്തഖൽതും നഫാസാതി. അവിടെ ശബ്ദം വരുന്നില്ല. ഇസ്തഖൽതും സൂറത്ത് തൗബയിലുണ്ട്. ഇസ്തഖൽതും. ഇപ്രകാരം ഈ 3 ഹർഫുകളും ശരിയായ വിധത്തിൽ അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അതിന്റെ മഖ്റജാകുന്നു തറഫുൽ ലിസാൻ. ഇവിടെ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നത് തറഫുൽ ലിസാൻ മഅ അത്റാഫി സനാഇൽ ഉലിയ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചുരുക്കത്തിൽ എഴുതിയിരിക്കുകയാണ്. അതായത് നാവിന്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ അറ്റവും എന്ന്. അപ്പൊ അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിലും കുഴപ്പമില്ല. ഉദ്ദേശിക്കുന്നത് നാവിന്റെ അറ്റം എന്ന് പറയുമ്പോൾ അതിന്റെ അല്പം മുകളിലാണ്. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് വഹ്റു തറഫാണ്, തറഫിന്റെ മുകൾ ഭാഗമാണ്. അറ്റത്തിന്റെ അല്പം മുകളിൽ മേലെ മുൻപല്ലിനോട് ചേർന്നുകൊണ്ടാണ് ഈ 3 ഹർഫുകളും ഉച്ചരിക്കേണ്ടത്. ഇതിൽ വാ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദ്വാദിന്റെ മഖ്റജ് വേറെയാണ്. അല്ലാഹു എന്ന തഫ്ഖീം ചെയ്യപ്പെടുന്ന ലാമിന്റെ മഖ്റജ് അത് ലാമിന്റെ മഖ്റജ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെയും 3 മഖ്റജുകളിൽ നിന്നും വരുന്ന 3 അക്ഷരങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ആളുകളിൽ പലരും 3ഉം ഒരുപോലെ ഉച്ചരിക്കും. വലല്ലാലിം പറയും, അള്ളാഹു എന്ന് പറയും. ഇതുപോലെ അള്ളാലിമി ഒരേപോലെ മുൻപല്ല് ചേർത്തുകൊണ്ട് ഉച്ചരിക്കുന്ന സ്വഭാവമുണ്ട്. അതൊക്കെ തിരുത്തണം. ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക തന്നെ വേണം. എന്നാലേ ഖുർആൻ പാരായണം ശരിയാവുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വാഉം ദ്വാദും ഒരുമിച്ച് വന്ന പല പദങ്ങളും വചനങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലദീ അൻഖദ ളഹ്റക ദ്വാദ് പിന്നെ വാഅ്. അതുപോലെ നാദിറ ഇലാ റബ്ബിഹാ നാദിറ വാഅ്. എന്നാൽ വാഇനും ദ്വാദിനും രണ്ടിനും തഫ്ഖീം നൽകണം. രണ്ടും 2 മഖ്റജിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 അക്ഷരങ്ങളാണ്, വേറെ പദങ്ങളാണ്, അർത്ഥം മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. യഅദ്ദു ളാലിമു, യഅദ്ദു ദ്വാദാണ്. വയൗമ യഅദ്ദു ളാലിമു ഇന്ന ബഅദ ദ്വാദ് പിന്നെ വാഅ്. ബഅദ ഇസ്ം. ഇപ്പൊ നമ്മൾ ഓതുന്ന ദാരിയാത്ത് അതിന്റെ തൊട്ട് മുകളിൽ ഖാഫ്, അതിന്റെ മുകളിലുള്ള ഹുജറാത്തിലെ വചനമാണ്. ഇന്ന ബഅദ ഇസ്ം ബഅദ വാഅ് ശരിയായ വിധത്തിൽ ഉച്ചരിക്കണം. അത് ദ്വാദ് പോലെ ആയി പോവരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 3 ഹർഫുകളും
ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക, തെറ്റുകൂടാതെ പരിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.